ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹിതപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടു കൂടിയാണ് നമ്മുടെ അടുത്ത് സന്ദർശനം ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം മുഴുവനായി ആരംഭം മുതൽ നാം വായിക്കുമ്പോൾ കർത്താവ് ഒരു ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവത്തെ അവിടെ വിവരിച്ചിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് വായിക്കാത്തവരും കേൾക്കാത്തവരും വളരെ ചുരുക്കമാണ്. എന്നാൽ അതിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. 14-ാം വാക്യം. യേശു ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നത്, അല്ലയോ ശമരിയക്കാരി സ്ത്രീയെ, നീ കോരുവാൻ വന്ന ഈ വെള്ളം അല്ലെങ്കിൽ ഈ കിണറ്റിലെ വെള്ളം അത് കുടിക്കുന്നവർക്കെല്ലാം വീണ്ടും വീണ്ടും ദാഹിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്നതായ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. നമ്പർ 2, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും. ദൈവത്തിന് സ്തോത്രം. ശമരിയക്കാരി സ്ത്രീ ഈ സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവളിൽ ആദ്യമുണ്ടായതായ ഐഡിയ 15-ാം വാക്യത്തിൽ വിവരിക്കുന്നു. അവൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ യജമാനനെ ആ വെള്ളം എനിക്ക് തരണം, കാരണം എനിക്കൊരിക്കലും ദാഹിക്കത്തില്ലല്ലോ. നമ്പർ 2, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് ഈ നടപ്പെല്ലാം നടന്ന് ഈ കുടവും വെള്ളവും ഒക്കെ ചുമ്മി ദിവസവും 2-3 പ്രാവശ്യം വെള്ളം കോരാൻ ഇങ്ങനെ നടക്കുന്നതായ ആ ശാരീരിക ആ വ്യയം അല്ലെങ്കിൽ ആ വ്യഥമ അല്ലെങ്കിൽ ആ ശാരീരിക പ്രയത്നം വേണ്ട, എനിക്ക് സുഖമായി വീട്ടിലിരിക്കാം. 1, വെള്ളത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിൻ്റെ ലാഭം, സാമ്പത്തിക ലാഭം. 2, ശാരീരിക സുഖം. ഇതാണ് അവളിൽ ആദ്യമായിട്ട് വന്നതായ ഐഡിയ. എന്നാൽ കർത്താവ് വീണ്ടും അവളോട് പറയുകയാണ്, അവളിൽ അങ്ങനെ ഒരു ഐഡിയ വന്നതുകൊണ്ട് അവളോടുള്ളതായ കൺവെർസേഷൻ കർത്താവ് നിർത്തിക്കളയുകയില്ല. അവൾക്ക് അങ്ങനെ ഒരു സന്ദർഭം കർത്താവുമായി സംസാരിക്കുവാൻ ലഭിച്ചതല്ലേ, പ്രത്യേകിച്ച് ശമരിയക്കാരി സ്ത്രീയോട്. അവളെ നഷ്ടപ്പെടുത്തിക്കൂടാ. അവളെ എങ്ങനെയെങ്കിലും നിത്യജീവന്റെ ഉറവിങ്കിലേക്ക് അവളെ കൊണ്ടുവരണം. അവളോട് കർത്താവ് പറഞ്ഞു വിശദീകരിച്ചു കൊടുത്തു, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, നീ മനസ്സിലാക്കിയത് തെറ്റാണ്. എന്നാൽ ഞാൻ കൊടുക്കുന്നതായ വെള്ളം അവനിൽ ഒരു നീരുറവായി ഫോം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഉറവയായി വന്നിട്ട് അത് പൊങ്ങി പൊങ്ങി വന്ന് ഒരു ജലാശയമായി രൂപപ്പെട്ട് നിത്യജീവങ്കിലേക്ക് നീന്തി കിടക്കുന്ന ഒരു വലിയ തടാകം പോലെ, ഒരു നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തതായ, നമ്മളെ നീന്തിക്കുന്നതായ ഒരു ജലാശയമായി അത് മാറും. അങ്ങനെയാണ് നാം ആ ജലാശയത്തിൽ പൊങ്ങി 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 വന്ന് നാം നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശമരിയക്കാരി സ്ത്രീക്ക് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഏത് മനുഷ്യനും സുവിശേഷം കേൾക്കുമ്പോൾ അവനിൽ 2 ഐഡിയകൾ ആദ്യം വരും. 1, സാമ്പത്തിക ലാഭം. 2, ശാരീരിക സുഖം. എന്നാൽ ചിലർ ആ തെറ്റിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവരുടെ തെറ്റുകളെ കറക്റ്റ് ചെയ്ത്, അങ്ങനെയല്ല, ശാരീരിക സുഖമോ സാമ്പത്തിക ലാഭമോ അല്ല ദൈവത്തിൻ്റെ വചനത്തിലും നിത്യജീവന്റെ വാഗ്ദത്തങ്ങളിലും നിലനിൽക്കുന്നത്. അതിനങ്ങേപ്പുറത്ത് നാം പൊങ്ങി വരുന്ന ജലാശയമായി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടുന്നതായ ഉദിക്കപ്പെടുന്നതായ ആ നീരുറവ് പൊങ്ങി 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 വന്ന് ഒരു വലിയ ജലക്കൂട്ടമായി, സമുദ്രമായി നമ്മളിൽ അത് പരിപ്രവർത്തിച്ചുകൊണ്ട് നമ്മെ വേറൊരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവേശന കവാടം നമ്മളിൽ സൃഷ്ടിക്കും. ഇതാണ് രക്ഷ. ഈ കച്ചവടം ചെയ്യാനാണ് കർത്താവ് ലോകത്തിൽ വന്നത്. മനുഷ്യൻ എന്നും ദാഹിക്കുന്നവരായി പാരമ്പര്യത്തിൻ്റെയും അല്ലെങ്കിൽ പേരുകളുടെയും പുറകെ ഓടി രാപകലില്ലാതെ ആ കിണറ്റിൽ നിന്നും കോരി കുടിച്ച് വീണ്ടും വീണ്ടും ദാഹിച്ചു വലയുന്ന ജനത്തെ സർവശക്തനായ ദൈവം ഉയരത്തിൽ നിന്ന് കണ്ടു. ഒരിക്കലും ദാഹിക്കാത്തതായ ഒരു വെള്ളത്തിൻ്റെ കച്ചവടം ഭൂമിയിൽ നടത്തണം. അത് മനുഷ്യന് സൗജന്യമായി കൊടുക്കണം. അവർക്ക് വേണ്ടി സൗജന്യമായി ഞാൻ വെച്ചിരുന്ന ജലാശയമാണ്. ആ ജലാശയം മനുഷ്യനിൽ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ആ ജലത്തിൻ്റെ ഉറവയുടെ കച്ചവടവുമായി
തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു ആലയത്തിൻ്റെ മുൻപിൽ, ആ പള്ളിയുടെ മുൻപിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ഉത്സവത്തിന് വേണ്ടി കടന്നു വന്നതായ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നതായ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിവില്ലായിരുന്നു. അവരോട് പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾക്കിനിയും ഒരിക്കലും ദാഹിക്കാത്തതായ ഒരു നീരുറവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി തരാം, അല്പം പോലും പണം അതിന് മുടക്കണ്ട. സുവിശേഷത്തിൻ്റെ സൗജന്യത, നിത്യജീവന്റെ സൗജന്യ പ്രവേശനം മനുഷ്യനിൽ ക്രിയാത്മകമായ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെയാണ് കർത്താവ് ഈ ഭൂമിയിൽ സൗജന്യമായി ഒരിക്കലും ദാഹിക്കാത്തതായ ആ നീരുറവിൻ്റെ ആ സുവിശേഷം ലോകത്തിൽ സ്ഥാപിച്ചത്. ദാഹിക്കുന്ന മനുഷ്യരെ കർത്താവ് കണ്ടുപിടിച്ചു. ദാഹിക്കുന്ന മനുഷ്യരെ, അവരുടെ ആർത്തിയെ കർത്താവ് കണ്ടറിഞ്ഞു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും ചെന്നിട്ട് അവരോട് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളത്തെക്കുറിച്ച് കർത്താവ് അവരോട് പ്രസംഗിച്ചു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നത്, നമ്മളിൽ സുവിശേഷം എത്തിയപ്പോൾ ആ സുവിശേഷം കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക ലാഭമോ ശാരീരിക സുഖമോ ഇതിലേതാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തത്? നിങ്ങളിൽ കിട്ടിയതായ വെളിപ്പാട് എന്താണ്? ഏത് വെളിപ്പാടാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും ദൈവവുമായിട്ട് ഇടപെടുവാനുള്ളതായ ഒരു സന്ദർഭം നിങ്ങളുടെ മുഖത്ത് സൃഷ്ടിതമായാൽ ദൈവം നിങ്ങളെ തള്ളിക്കളയില്ല. തള്ളിക്കളയാതെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയത്തോട് സമ്പാദിച്ചുകൊണ്ട് നിത്യജീവിങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിനെ കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് നിങ്ങളിൽ അങ്കുരിക്കുന്നിടം വരെയും സ്ഥാപിക്കുന്നിടം വരെയും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ബാധിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉള്ളതായ ആത്മാവ് എപ്പോഴും ഒരു ദാഹമുള്ള ആത്മാവാണ്. അത് നമ്മളെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കും. എന്താണ് അത് തരുന്നതായ ബോധ്യമെന്നറിയാമോ? നമ്മുടെ ജീവിതം അല്പകാലം മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെയും ഈ നശിച്ചു പോകുന്നതായ ലോകത്തിലെ മഹിമകളാണ്, മഹത്തുക്കളാണ്. ഇതെല്ലാം കടന്നു പോകും. അതിനുശേഷം ഇന്ന് നീ ശരീരത്തിൽ വെച്ച് എനിക്ക് വേണ്ടി ഒരുക്കുന്ന ചിതയോ സ്വർഗമോ ഏതാണ് നീ എനിക്ക് നൽകുന്നത്, അതിലേക്ക് ഞാൻ കടന്നു പോകണം. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മോട് പറയുന്ന ഒരു വാക്കുണ്ട്, പ്ലീസ് നിത്യമായി ജീവിക്കുവാനുള്ളതായ ഒരു നിത്യജീവൻ്റെ ഉറവിങ്കിലേക്ക് എന്നെ കൊണ്ടുപോകൂ. ഞാനത് കുടിച്ചിട്ട് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഒരു ജലാശയമായി തീരട്ടെ. അവിടെ ഞാൻ നീന്തി നിത്യജീവങ്കിലേക്ക് കടക്കുമാറാകട്ടെ. ആ കവാടത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യതയുള്ളവരായി തീരട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അനേകം പ്രാവശ്യം നിത്യജീവൻ്റെ സുവിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും ദാഹിക്കാത്ത ഉറവയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ ഉറവ നിങ്ങളുടെ ഭവനത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. കാര്യമൊക്കെ ശരിയാണ്. എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ലഭിച്ച ആ ഐഡിയ ശാരീരിക സുഖത്തിനും പണത്തിൻ്റെ ലാഭത്തിനും വേണ്ടി ആ ഉറവ നീ അതിനെ അങ്ങനെ ഗണിച്ചുവോ, അതോ നിത്യജീവിങ്കിലേക്ക് പൊങ്ങി വരുന്ന ജലാശയമായി നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്തതായ ഒരു ജലപ്രവാഹമായി നിന്റെ ഭവനത്തിലും നിന്റെ ജീവിതത്തിലും നിന്റെ കുഞ്ഞുങ്ങളുടെ അവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ജലാശയമായി രൂപപ്പെടുന്നതായ ഒരനുഭവം, ഒരു മഹാസമുദ്രമായി നിന്റെ ഭവനത്തിൽ ആ സുവിശേഷം വിതയ്ക്കപ്പെട്ടുവോ? ദൈവത്തിൻ്റെ ആത്മാവിനോട് നമുക്ക് മറുപടി പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മെ തേടി വന്നത് ലാഭത്തിന് വേണ്ടിയല്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ തേടി വന്നത് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. എന്നാൽ അതിനങ്ങേപ്പുറം ഒരു നീരുറവ് നമ്മളിൽ പൊങ്ങി വരുന്നു. എന്തിനു വേണ്ടി? നിത്യജീവിങ്കിലേക്കുള്ളതായ കവാടത്തിലേക്ക് നമ്മെ നീന്തി അടുപ്പിക്കുവാനുള്ളതായ ഒരു പ്രയത്നമായി നമ്മളിൽ അവശേഷിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ആ കവാടത്തിലേക്കുള്ളതായ ഒരു സൂചകമായി ദൈവത്തിൻ്റെ ആത്മാവ് നിന്ന് വിളിക്കുകയാണ്. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ, ഒരുവനിൽ, നിന്നിൽ, എന്നിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഒരു ജലാശയമായി, നീരുറവായി, ഒരിക്കലും നിന്നു പോകാത്ത, തള്ളി തള്ളി പുറപ്പെടുന്ന, ശക്തിയോടെ പുറപ്പെടുന്നതായ ഒരു നീരുറവായി ഭവിക്കുമെങ്കിൽ അവിടെയാണ് സുവിശേഷം നമ്മളിൽ ജയിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം, കർത്താവ് കൊണ്ടുവന്നതായ നീരുറവ നമ്മളിൽ ഫലം കാണുന്നത് അപ്പോഴാണ്. അങ്ങനെയുള്ളതായ ഒരു ജലാശയമായി നമ്മുടെ ജീവിതം, നമ്മുടെ ഭവനം, നമ്മുടെ തലമുറകളുടെ ഭവനം ഒക്കെ ആയിത്തീരുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.